ഈ അപ്പൂപ്പനൊന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് തിരിച്ചുകൂടെ? ആളെ കൊല്ലാനായിട്ട് ഇറങ്ങിക്കോ. കണ്ടോ ഇവിടെ മുറികൾ നല്ല സൂപ്പറായിട്ട് ഫോണൊക്കെ വിളിച്ചോണ്ടാ പോണേ. എല്ലാ തവണയും ഭൂമി ബാഗൊക്കെ കുത്തിച്ച് വന്നിട്ട് ഫോൺ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്താണ് എൻ്റെ പവർ ബാങ്കും ക്യാമറ ആക്സസറീസും കാര്യങ്ങളെല്ലാം. നമ്മുടെ കയ്യിൽ പാവപ്പെട്ട ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പുറത്ത് കാണിക്കാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ കൂടി ചോദിച്ചുകൊണ്ടാണ് പോവാറ്. ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഇത് ഏതായി വണ്ടി? ആ ഒരു സൈഡിലെ ചെറിയ റെഡ് കളറൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ സൈഡിലായിരിക്കും സൂര്യാസ്തമയം നടക്കുന്നത്. ഈ സൈഡിലൊരു തേങ്ങയില്ല. ഈ സൈഡിൽ ഇങ്ങനെ മൊത്തം ഇരുണ്ട് മൂടി ഡാർക്ക് ഷെയ്ഡിൽ കിടക്കാണ്. എൻ്റെ മോന് ഒരു രക്ഷയില്ല ഇവിടുത്തെ ആംബിയൻസ്. ഞാൻ പറഞ്ഞില്ല, ആ മലയുടെ മണ്ടയിൽ നിൽക്കുന്നതിന് പകരം ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു. ദേ കാണുന്ന കേട്ടോ ഇല്ലിക്കക്കല്ല്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ വൈബ് സ്പോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ തട്ടുകട, ചായക്കട, എല്ലാം കൂടി കൂടിയ കട. അവിടെ ഇത്രയും ആംബിയൻസിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഹേയ് ഹലോ മച്ചമീസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമായിട്ടൊരു ലോങ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടുമല്ല, വാഗമണ്ണാണ്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാടായ പൈങ്ങോട്ടൂരാണ്. വാഗമൺ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കുറേ മൊട്ടക്കുന്ന്, അല്ലെങ്കിൽ കുറേ അഡ്വഞ്ചർ പാർക്ക്, അല്ലെങ്കിൽ കുറേ കോട നിറഞ്ഞ വാഗമൺ. പക്ഷേ നമ്മളതൊന്നും അല്ലെന്ന് കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയമാണ് ഗൈസ്. ഇവിടെയെങ്കിലും ഇരുന്ന് സൂര്യാസ്തമയം കണ്ടാൽ പോരെ എടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ചുമ്മാ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ. സോ 50-55 കിലോമീറ്റർ താണ്ടി നമ്മൾ വാഗമണിൽ സൂര്യാസ്തമയം കാണാൻ പോവാണ്. വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വാഗമണിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണിക്കാം. എന്താവോ എന്തോ, ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ കാണിച്ചത് എൻ്റെ ഇതിലാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എൻ്റെ അമ്മേ. ഇതിനകത്ത് ചെറിയൊരു ടാസ്ക് കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ചെയിൻ കട്ട് ചെയ്തിട്ടേക്കാണ്. ചെയിൻ കട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പലരും കമൻറ്റിൽ വന്നിട്ട് അങ്ങനെ പറ്റും, പൊട്ടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. എന്താവും ഇന്ന് കണ്ടറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ കയറ്റം കയറാനാണ് പോകുന്നത്. സോ ചെയിൻ വെച്ച് റിസ്ക് എടുക്കാൻ പോവാണ്. എന്താവോ എന്തോ, വിളിച്ചാൽ പോലും ആരും വരാനില്ല എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ പെട്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം, പെടില്ല എന്ന് വിചാരിക്കാം. ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അവിടെ പോയി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കണമെന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോരാം. അപ്പോൾ ഒരു കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഗമൺ പോവാണെന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അങ്ങനെ 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ തൊടുപുഴയിൽ എത്തിയിരിക്കുകയാണ് ഗുയ്സ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വാഗമണ്ണിലാണ്. സോ എനിക്ക് വഴി അറിയാം. അയ്യാ, ചേട്ടന് വഴി അറിയില്ലേ? എനിക്ക് വഴി അറിയാം. സോ അതുകൊണ്ട് ഞാൻ മാപ്പൊന്നും ഇടുന്നില്ല. വഴി അറിയില്ലാത്തവർ നേരെ ഈ ഒരു തൊടുപുഴ സിറ്റിയിലൊക്കെ എത്തിയതിന് ശേഷം മാപ്പൊക്കെ ഇടുക. മാപ്പൊക്കെ ഇട്ടിട്ട് വഴിയൊക്കെ തെറ്റാണ്ട് കറക്റ്റായിട്ട് പോകാൻ നോക്കുക. സമയം കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 4:45 ഒരു 5:30 ആകുമ്പോഴത്തേക്ക് നമ്മളവിടെ ചെല്ലുമായിരിക്കുമല്ലേ, അറിയത്തില്ല. പോയി നോക്കാം. റോഡിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എന്നാന്ന് അറിയത്തില്ല. കുറേ പേരൊക്കെ പറഞ്ഞ് റോഡ് അടിപൊളിയാക്കിയിരുന്നു, കുറേ പേരൊക്കെ പറഞ്ഞ് റോഡ് പൊളിച്ചിട്ടേക്കാന്നൊക്കെ. എന്തായാലും കണ്ടറിയാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ വീഡിയോസ് വലിച്ചു നീട്ടുന്നില്ല. മെയിനായിട്ട് നിങ്ങൾ എൻ്റെ ട്രാവൽ വ്ളോഗ്സിലൊക്കെ ഭയങ്കര വലിച്ചു നീട്ടി കുറേ ലെങ്തി വീഡിയോസൊക്കെയാണ് കണ്ടിട്ടുണ്ടാവുക. സോ എന്തായാലും ഞാൻ ഇനി അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. മാക്സിമം കട്ട് ചെയ്ത് ചുരുക്കി ചെറിയ വീഡിയോസാക്കി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം എന്താണെന്ന് പറയുക, ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കും. ആ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ റെക്കോർഡിങ് ചെയ്ത് വെക്കും. അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് അങ്ങനെ എൻ്റെ പൊന്നടാ വരുമോ, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു, അതൊക്കെ എങ്ങനെ എനിക്ക് കട്ട് ചെയ്ത് കളയാൻ തോന്നും. സോ ഗൈസ്, ഞാനതൊക്കെ ആഡ് ചെയ്ത് കുളമാക്കി ഒരു 15 മിനിറ്റൊക്കെ ഇടേണ്ട വീഡിയോസൊക്കെ 50 മിനിറ്റിലോട്ടൊക്കെ വലിച്ച് നീട്ടി വെറുപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പലരും അത് കമൻ്റ് ഇട്ട് പറയാതെ പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞതിൽ വളരെ താങ്ക്സ് ഉണ്ട്. അവസരം ഞാൻ ഒരു ഗാന്ധി പ്രതിഭയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ഗോയ്സ് പോകേണ്ടത്. ചേട്ടാ റിവേഴ്സ് എടുക്കല്ലേ. അപ്പോൾ നമ്മളങ്ങനെ ഇടുക്കി മുട്ടം റൂട്ടിലോട്ട്, മൂലമറ്റം മുട്ടം റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ പൊടിഞ്ഞ് ബ്ലോക്കാണല്ലോ. നമുക്ക് നേരെയാണ് ഗോയ്സ് പോകണ്ടേ. ട്രാഫിക് പോലീസ് നമ്മളോട് പൊക്കോളാനാണോ പറയണത്, അല്ല നിൽക്കാനാണോ പറഞ്ഞത്, എന്താണാവോ? നല്ല പച്ച കളർ കാർ, അല്ല ജീപ്പ്. ഓക്കെ പോട്ടെ, താങ്ക് യു സാർ. ഇവിടെ ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ അപ്പൂപ്പനൊന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് തിരിച്ചുകൂടെ? ആളെ കൊല്ലാനായിട്ട് ഇറങ്ങിക്കോ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം ഗോയ്സ്. എൻ്റെ പുറകിൽ വരുന്ന ആ സ്വിഫ്റ്റ് കണ്ടോ? ആ സ്വിഫ്റ്റ് ചേട്ടൻ എന്താ അങ്ങനെ സ്ലോ ആയിട്ട് തന്നെയെന്നറിയോ? ചേട്ടൻ നല്ല കട്ടയ്ക്ക് നിന്ന് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടിയിൽ കയ്യിൽ ഫോണൊക്കെ പിടിച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഓണൊക്കെ അടിച്ച് കയറി പോകുന്നുണ്ട്. പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ ചേട്ടൻ മൊബൈലിൽ ഫോൺ വിളിച്ചുകൊണ്ട് പോകണണ്ടാ. കൊള്ളാം. ഞാൻ ഇപ്പുറത്തോടെ പോയി കാണിച്ചു തരാം കേട്ടോ. അതിനും എന്നെ വല്ല ബസ്സും വന്ന് ഇടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. വേണ്ട, ചേട്ടനെ മിററിക്കൂടെ നോക്കിയാൽ കാണാം. കണ്ടോ ചേട്ടൻ മിററിക്കൂടെ നല്ല സൂപ്പറായിട്ട് ഫോണൊക്കെ വിളിച്ചോണ്ടാ പോണേ. ഇങ്ങനെയുള്ളവന്മാരാണ്. വേണ്ട, ഞാനത്ര പുണ്യാളനൊന്നുമല്ല, പക്ഷേ ഞാനങ്ങനെ കയ്യിൽ ഫോൺ വിളിച്ചോണ്ട് പോകാറൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ഇട്ടാരും പൊങ്കാലിടണ്ട. അപ്പോൾ നമ്മളങ്ങനെ മുട്ടത്തെത്തിയിട്ടുണ്ട്. അടിപൊളി കുറേ പോളിടെക്നിക് കോളേജും കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല, നമ്മൾ വാഗമണ്ണാണല്ലോ പോകാൻ പോകുന്നത്. നമ്മൾ പോകാൻ പോകുന്ന ഈ വാഗമണ്ണിലോട്ട് 2 റൂട്ടുണ്ട് ഇവിടുന്ന്. ഒന്നാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ ഇല്ലിക്കക്കല്ലൊക്കെ പോകുന്ന ആ റൂട്ടിൽ, അതായത് ഈരാറ്റുപേട്ട കൂടിയും പോവാം, അതുപോലെ തന്നെ കാഞ്ഞാറ് വഴിയും പോവാം. പക്ഷെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട വഴിയല്ല, കാഞ്ഞാറ് വഴിയാണ്. ഈരാറ്റുപേട്ട വഴി പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓൺ ദ വേ തന്നെ നമുക്ക് ഇല്ലിക്കക്കല്ലിൽ തിരിയാനുള്ള ഒരു ചെറിയ റൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ ആ റൂട്ട് പോകുന്നവർക്ക് ഇല്ലിക്കക്കല്ലൊക്കെ ടച്ച് ചെയ്തിട്ട് ഇല്ലിക്കക്കല്ലൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ വാഗമണ്ണ് പോവാം. പക്ഷെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി റൂട്ടിലാണ്, അതായത് കാഞ്ഞാർ റൂട്ടിലാണ്. മുട്ടത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ കാഞ്ഞാർ റൂട്ടിലോട്ട് ഇറങ്ങി കാഞ്ഞാർ ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് കയറി നേരെ വാഗമണ്ണാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മളൊക്കെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട ആ ഒരു റൂട്ടിലോട്ട് ചെല്ലും. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ചേട്ടാ കൊല്ലോ, ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാഞ്ഞാറ് വഴി ചെന്ന് നമുക്ക് ആ ഒരു മലയുടെ മണ്ടയിലോട്ട് കയറാം. ആംബുലൻസ് റോട്ടിലൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കുഴികളൊക്കെ കുത്തിയിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഈ ഒരു വഴി വരുവാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ടും വണ്ടി ഓടിച്ചില്ലെങ്കിൽ രാത്രി കുഴികളിൽ വന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ മോനെ ഇതെന്നെ വണ്ടി ഫ്രണ്ടൊക്കെ പൊക്കി പോണേ, കൊള്ളാല കളി. JCB ഫ്രണ്ടൊക്കെ പൊക്കി കൊണ്ടുപോകണോ? ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് റോഡുകളുടെ പണി കാണുന്നോണ്ടിരിക്കാൻ തോന്നണല്ലേ. ഇലക്ഷനൊക്കെ വരാൻ പോണതിൻ്റെ ആയിരിക്കും ആ ഒരു ചൂട്. കൊള്ളാം എന്തായാലും. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയും റോഡിൽ പണി എടുത്ത് തുടങ്ങി ഗൈസ്. 3-4 ദിവസം കൊണ്ട് ആ റോഡിൻ്റെ പണിയൊന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ സമാധാനപരമായിട്ട് വണ്ടി ഓടിച്ച് കിടക്കാറും. ഇപ്പോൾ ഒരു രക്ഷയില്ല, പൊടി അടിച്ചിട്ട് പണ്ടാരം വീട്ടിലിരിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാഞ്ഞാർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് ടേൺ എന്നൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം വാഗമണ്ണിന് ഒരു 28 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വാഗമൺ വരെ പോകുന്നില്ല. അതിന് മുമ്പാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ചെറിയ സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം. ഇതാണ് ഗൈസ് ആ ഒരു വളവ്. പക്ഷേ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പച്ച വെള്ളം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവാനും ചാൻസ് ഇല്ല. സോ നമുക്ക് ഈ ഓൺ ദ വേയിൽ ഇനി ഏതെങ്കിലും ഒരു കട കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറിയ കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ട് പോവാം. അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട്. ഗൂഗിൾ പേക്ക് ഇവിടെ റേഞ്ച് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം. അതായിരിക്കും നല്ലത്. റേഞ്ച് ഇത്തിരി ശോകമാണ്, എന്നാലും കുഴപ്പമില്ലാതെ തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു വെള്ളം മേടിക്കാം. വെള്ളം അത്യാവശ്യമാണല്ലോ, അല്ലെങ്കിൽ പണി കിട്ടും. വെള്ളം ഇവിടെ വെള്ളം തരാമോ? ആ ഓറഞ്ച് കളറ് 40 ആയിട്ടുണ്ടേ. അമ്മോ, സക്സസ്ഫുള്ളി നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇതെവിടെ വയ്ക്കും? കേരള ബാഗിനകത്തേക്ക് സ്റ്റാർട്ടായി. ഞാൻ അന്ന് കണ്ട വാഗമണ്ണല്ല ഗേൾസ്. ഇപ്പോൾ മൊത്തം കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ ഏരിയ ഫുള്ള് കത്തിപ്പോവും. അമ്മാതിരി രീതിയിൽ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ല കേട്ടോ. ഇങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ ക്ലൈമറ്റ് ഒക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. നന്നായിട്ട് തണുപ്പടിക്കുന്നുണ്ട്. ഒരു ചൂട് കാലാവസ്ഥ ഒന്നുമല്ല. ഇങ്ങനെ ഈ കരിഞ്ഞ് പന്തലിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ നന്നായിട്ട് തണുക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് തണുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തണുപ്പ് വരാനും ചാൻസ് ഉണ്ട് ഗൈസ്. ഞാൻ എല്ലാ തവണയും വാഗമൺ വരുമ്പോൾ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാറുള്ള ഒരു സ്പോട്ടാണിത്. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് വാഗമൺ വന്ന് വ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്തൊക്കെയോ കുറേ പട്ടി ഷോ ഡയലോഗുകളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എൻ്റെ ചാനൽ ആദ്യം മുതൽ കാണുന്ന ആളുകളാണെങ്കിൽ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, ഈ ഒരു കോലത്തിലാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാ തവണയും ഭൂമി ബാഗൊക്കെ കുത്തിച്ച് വന്നിട്ട് പോകണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്താണ് എൻ്റെ പവർ ബാങ്കും ക്യാമറ ആക്സസറീസും കാര്യങ്ങളെല്ലാം. നമ്മുടെ കയ്യിൽ പാവപ്പെട്ട ചെറിയ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പുറത്ത് കാണിക്കാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഇതൊക്കെ കുടിച്ചു വന്നുകൊണ്ടാണ് പോവാറ്. ഇപ്പോഴത്തെ വാഗമണിൻ്റെ ആ ഒരു വ്യൂയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫുള്ളിങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. ചുവന്ന കളറായി. നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഫുള്ള് പച്ച കളറാണ്. ഇപ്പോൾ ഇങ്ങനെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. പക്ഷേ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല ക്ലൈമറ്റാണ്. നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ ചുവന്നിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇത്ര ദൂരം വണ്ടി ഓടിച്ച് ജസ്റ്റ് കടയിൽ വെള്ളം മേടിക്കാൻ വേണ്ടി മാത്രമാണ് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങ് ദൂരെ ഒരു സാധനം കാണാമല്ലോ. അതെന്താ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്യാമറയിൽ അത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫോണിലത് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയാൽ കാണാം ഈ ഒരു സംഭവം. എന്തത്? ഇവിടെ ഒരു വീഡിയോ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ടോ? ക്യാമറയിൽ ക്ലാരിറ്റി കാണാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും എന്തേ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ പാകത്തിന് അവിടെ ഒരു വീട് പോലെ എന്തോ സാധനം ഉണ്ട് ഗോയ്സ്. എന്താണാവോ, എന്തിലാവട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് നേരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവാം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എങ്ങനെയാണെന്നുള്ള കേസൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം.
നമ്മുടെ വണ്ടിയുടെ ചെയിനിൽ നിന്ന് ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കൊടും വളവാട്ടോ. കൊടും വളവ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ സീം വളവാണ്. പണ്ടൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വളവ് വരെ നല്ല രീതിയിൽ റോഡൊക്കെ പോയി കിടക്കുമായിരുന്നു. ആണോ ഇപ്പം തന്നെ റോഡ് പോയി തുടങ്ങി. കാരണം ഒരു ചെറിയ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ടാസ്ക്കാവും ഈ റോഡ്. ഇവിടെയൊക്കെ നമ്മൾ സ്പീഡിലൊക്കെ വന്ന് ഇറങ്ങി വല്ല കുഴിയിലൊക്കെ ചാടി ഉറപ്പായിട്ട് മറിഞ്ഞാടും. എൻ്റെ മോനെ ഇതെന്താണത്? ഒരു കാറല്ലേ കത്തി കിടക്കണേ? പുതിയതായിട്ട് സംഭവിച്ചാണോ? ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഇത് ഏതാണ് ഈ വണ്ടി? ഡസ്റ്ററാണോ അത്? സംഭവം ഒരു വണ്ടി കത്തി നശിച്ചു കിടക്കുന്ന അവിടെ. എന്തായാലും ആട്ടെ. എൻ്റെ മോനെ നമ്മളങ്ങനെ വാഗമണ്ണിന്റെ ബ്യൂട്ടിയിലോട്ട് എത്തിയിട്ടുണ്ട് ഗുയ്സ്. അയ്യോ ബ്യൂട്ടി ഒരു സൈഡിൽ കരിഞ്ഞ് കിടക്കുക. എന്താ പറയാ, അവിടെ ഫുള്ള് കാടിൽ തീ പിടിച്ച് കരിഞ്ഞു പോയി തോന്നുന്നു. പക്ഷേ ഈ സൈഡിൽ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളത് കണ്ട് സമാധാനിക്കാം. എൻ്റെ മോനെ നടക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഫോണിൻ്റെ റേഞ്ചൊക്കെ ഇപ്പോൾ ഏകദേശം കട്ടായിട്ടുണ്ടാവും. നമ്മൾ അങ്ങോട്ടേക്ക് എത്ര വലിയ കടകളുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണി ഇല്ല. 10 പൈസ ഇല്ല. ഒന്നാമത്തെ കാര്യം ഒന്ന് മേടിച്ച് കഴിക്കാൻ പോലും പൈസ ഇല്ല. അപ്പം എന്ത് ചെയ്യും? വാഗമണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ. ഈ ഒരു അവസ്ഥയിലാണ് വാഗമൺ ഇപ്പോൾ കിടക്കുന്നത്. വാഗമണിന്റെ ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ കയറി ഇറങ്ങി ഇരാറ്റുപേട്ട ആ റൂട്ടിൽ തിരിച്ചിറങ്ങി പോകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് വാഗമണിൽ വന്ന് വ്ളോഗൊക്കെ എടുത്ത സമയത്ത് ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തി കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്നാണ്. ആ സമയത്ത് ഇതിലൂടെയാണ് കുറേ കാട്ടുപന്നികളുടെ കൂട്ടമൊക്കെ ഓടിപ്പോയത് കേട്ടോ. ഇപ്പം ഈ കരിഞ്ഞുണങ്ങി കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാട്ടുപന്നി പോയിട്ട് ഒരു ഈച്ചയും കുരുവിയും പോലും ഉണ്ടാവത്തില്ല. ഇവിടെ നിർത്തിയിട്ടൊന്നും പ്രത്യേകിച്ച് വല്ല ഒന്നും കാണാനില്ല. ഒരു വൈബ് പോലും കിട്ടുന്നില്ല. ഫുള്ള് കരിഞ്ഞുണങ്ങി കിടക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ ചായക്കട എന്ന് പറഞ്ഞ ചായക്കട ഇതാണ്. പക്ഷേ ചായക്കട തുറന്നിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ചായക്കട തുറന്നിട്ടില്ല. ഞാൻ അന്ന് വന്നപ്പോഴും ഈ ചായക്കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ ഇത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ആരെല്ലാം തുടങ്ങിയിട്ടതാണോ എന്തോ. ഇവിടെ വരുന്ന മിക്ക ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എല്ലാവരും തന്നെ ഫോണിൽ ഗൂഗിൾ പേയിൽ പൈസ വെച്ചിട്ടല്ല വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് പൈസ കൊടുത്ത് ഒന്നും മേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇനിയിപ്പോൾ റേഞ്ചൊക്കെ ആയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്ത് നോക്കില്ല. പണ്ടൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുതിയ പുതിയ കുറേ സമ്പ്രദായങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നൈസ് വ്യൂ ആണല്ലോ ഇവിടെയൊക്കെ. അത് ചെറിയ തട്ടുകട വിത്ത്. ഇത് കൊള്ളാലോ കളി. തിരിച്ചു വരുമ്പോൾ എന്തായാലും നമുക്ക് അവിടെ കയറണം. ഗൂഗിൾ പേ ഇവിടെ റേഞ്ച് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കയറണം വേണ്ടെന്നുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാം. അതിൽ കുറച്ച് പൈസ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് വേറൊരു കേസ് നോക്കണ്ടേ. റേഞ്ച് ഒക്കെ കേട്ടോ. റേഞ്ച് വർക്കാവുമെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ആവട്ടെ. അതിനകത്ത് വേറൊരു കേസ് നോക്കണ്ടേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കണ ഏത് സൈഡിലാണെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾ ദേ കാണുന്ന മല ഉണ്ടോ? അതായത് ആ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന മല. ആ മലയാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കക്കല്ല് ഏരിയ അതാണ്. പിന്നെ ഇവിടെ ഞാൻ വിചാരിച്ച പോലെ അല്ല ഗൈസ്. ഇവിടെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ കോട വരുമെന്ന്. പക്ഷെ എൻ്റെ മോനെ ഇവിടെ കോട വന്നു തുടങ്ങി. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ പൊരി വേനൽക്കാലത്ത് വാഗമണിൽ കോട വരത്തില്ല എന്നാ. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ക്യാമറയിൽ ഇത് എത്രത്തോളം ക്യാപ്ചർ ആവണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ മുമ്പിൽ മങ്ങി കിടക്കുന്നത് കോട ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. സമയം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:45 ഇനിയിപ്പോൾ സൂര്യാസ്തമയം ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സൂര്യനെ എവിടെയാണെന്ന് ഞാൻ ഇനി തപ്പി കണ്ടുപിടിക്കണം. ഞാൻ ചുറ്റുപുറം നോക്കിയിട്ട് ഇവിടെ എവിടെയും സൂര്യനെ കാണാനില്ല. നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിലോട്ട് എന്തായാലും പോവാം. കുറച്ചുകൂടി ടോപ്പ് സ്പോട്ടാണ്. അപ്പോൾ ടോപ്പിൽ ചെന്നതിന് ശേഷം സൂര്യൻ മാമൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് തപ്പി നോക്കാം. കണ്ടില്ല എന്നാണെങ്കിൽ നമുക്ക് തിരിച്ച് ആ പറഞ്ഞ ആ ഒരു കട ഉണ്ടോ അവിടെ കയറി 2 കട്ടനൊക്കെ കുടിച്ച് അവിടെ ഇരിക്കാൻ കുറേ നേരം. നമുക്ക് നൈറ്റായിട്ട് തിരിച്ച് പോയാൽ മതി. എനിക്കൊരു നൈസ് വൈബിലോട്ട് വന്നു തുടങ്ങി ഗൈസ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു സോളോ റൈഡ് ഇറങ്ങിയതാണ്. അതിൻ്റെ ആ ഒരു ഫീലും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊന്നും അഭിനയിച്ച് പറയണല്ല. ഇതൊക്കെ എൻ്റെ വായിന്ന് തന്നെയല്ല, ഇതെൻ്റെ മനസ്സിൽ നിന്ന് തന്നെ കാര്യങ്ങളാണ്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഇവിടെ നല്ല കോടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ ഞാനങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയിട്ട് സൂര്യമാമൻ ഇവിടെ എവിടെയും കാണാനില്ല. സൂര്യാസ്തമയം കാണാൻ വന്നാൽ ഞാൻ എഡിറ്റ് ചെയ്ത് സൂര്യൻ ഉണ്ടാക്കി വെക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നണേ. ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. എൻ്റെ മൈൻഡ് കുറച്ചുകൂടി നോക്കിയായി. കുറേ നാളായി ഞാൻ ഇതുപോലെ ഒരു സോളോ റൈഡ് പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഒടുക്കത്തെ മടിയാണ്. എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് മടി പിടിച്ച് ഞാൻ ഒരുമാതിരി അലമ്പ് സ്റ്റേജിലോട്ട് പോയി. പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നതാണ് ഞാൻ. സത്യത്തിൽ ആരും എടുത്ത് കടം മേടിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന കേസുണ്ടായിരുന്നുള്ളൂ. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ, തിരിച്ച് എവിടെ നിന്ന് ഞാൻ കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് കുറേ ഇങ്ങനെ വേസ്റ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗൈസ് എനിക്കെൻ്റെ ചങ്ക് ഒരുത്തി. ആരാന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം.
ഇവള് എനിക്ക് ഫുഡ് കഴിക്കണം മോനേന്ന് പറഞ്ഞുകൊണ്ട് കുഴിമന്തി കഴിക്കണം മോനേന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പൈസ കിട്ടുന്നു ഗൈസ്. അവൾക്ക് എന്ത് പറ്റി എനിക്കറിയത്തില്ല. ആ പൈസക്കാട്ടോ ഞാൻ പെട്രോൾ അടിച്ചേക്കണേ. ആ പൈസക്ക് മന്തി കഴിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു വലിയ മന്തിപ്രാന്തനായതുകൊണ്ട് അവൾ എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കാമെന്ന് അവൾക്ക് അറിയാം. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം, ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ പോലും ഇല്ല നീ പോയി കഴിക്കുന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഫണ്ട് ഇട്ട് തന്നു ഗൈസ്. എന്നിട്ട് ഞാൻ ആ ഫണ്ടിന് മന്തി കഴിക്കാണ്ട് പെട്രോൾ അടിച്ച് ഈ മലയുടെ മണ്ടയിൽ വന്ന് നിൽക്കുമ്പോൾ എന്താ ചെയ്യലേ. ഇതിന് ഒരു റീസൺ നീ കൂടിയാണ്. സൂര്യാസ്തമയം ഒന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂര്യൻ ഇവിടെ എവിടെയില്ല. പക്ഷേ ഐ ആം വെരി ഹാപ്പി. അടിപൊളിയായിട്ടുണ്ട്. ഒരു നൈസ് സോളോ റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. വാഗമണിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊന്നും ഈ വീഡിയോസിൽ കാണിക്കാനൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ കാണിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഗൈസ് കാണിക്കാനുള്ളൂ. അവിടെ കയറി പേരൊക്കെ എഴുതി വെച്ചേക്കണേ ആരടാ. അടിപൊളിയായിട്ട് പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇവിടെ സ്റ്റൂളിട്ട് കയറിയോ, സമ്മതിക്കണമല്ലോ. അത് വലിച്ച് പുറത്തിട്ടിട്ട് എഴുതി വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാണോ. ഈ ഒരു മലയുടെ മണ്ടയിൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട്, നമ്മളാരും വിളിച്ച് ശല്യം ചെയ്യത്തില്ല. നമുക്ക് കുറച്ചുകൂടി മൈൻഡൊന്നും ഓക്കെ അല്ലാത്തുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ആ മലയുടെ മണ്ടയിലോ പാറയുടെ മണ്ടയിലൊന്നും ആരും പടച്ചു കയറാൻ പോകരുത്. പിന്നെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8ലെ പണിയോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മൊത്തം ബീറൂപ്പികളൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടേക്കും കേട്ടോ. സോ ആരും ഈ ഒരു സ്ഥലത്തേക്കൊന്നും ഒരിക്കലും പോയി റിസ്ക് എടുത്ത് ഇറങ്ങരുത്. ഫുള്ള് മറ്റേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പോട്ടെ, അത് ചെയ്യാണ്ടിരിക്കത്തില്ല ഒരുത്തിന്. പക്ഷേ ഈ ബീറൂപ്പി എറിഞ്ഞ് പൊട്ടിച്ചിട്ടാണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ പാറയിലൊക്കെ എത്രത്തോളം എവിടെയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടാവുമെന്നൊന്നും പറയാനും പറ്റത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള പരിപാടി കുറച്ചൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ബീറൂപ്പിയൊക്കെ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിടാലോ. എന്തായാലും ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിരിക്കും. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. പിന്നെ കുറേ ഇങ്ങനെ മറ്റേ പുല്ലുകളൊക്കെ ഇല്ലേ, ഒരു ഭയങ്കര പൊങ്ങിയൊക്കെ നിൽക്കുന്ന കുറേ ടൈപ്പ് പുല്ലുകളൊക്കെ, ആ പുല്ലുകളും കാര്യങ്ങളൊക്കെ ഇത് കൂടെ ഫുള്ളുണ്ടാവും. സോ ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല പച്ചപ്പും വെള്ളവും, ഇവിടെയൊക്കെ വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. അത് മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കാനൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു റിഫ്രഷ് ഫീലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. നല്ല രീതിയിൽ തണുത്ത് കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ബോറടിക്കുന്നൊന്നുമില്ല കേട്ടോ. അത്രയ്ക്കും ഒരു നൈസ് ക്ലൈമറ്റാണ്. പിന്നെ ഇങ്ങനെ കിളികളുടെ സൗണ്ടും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ കിളികളുടെ സൗണ്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് സമാധാനത്തോടെ ശാന്തതയോടെയൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു ചെറിയ സ്പോട്ടാണ് ഇവിടെ. ഇവിടെ എന്തെങ്കിലും ഒന്ന് അടച്ചു പൂട്ടി നികത്തി കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ചായക്കട പോലെ ഒരു സംഭവം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് കത്തും. ഇതിപ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്നു എന്നുള്ളൂ. പക്ഷേ സീസൺ ടൈമിലൊന്നും ഇവിടെ നിൽക്കാൻ പോലും ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. എപ്പോഴും ഫുൾ ടൈം ആളുകളായിരിക്കും. എൻ്റെ തൊണ്ടയൊക്കെ അടഞ്ഞു തുടങ്ങിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് ഒന്ന് ഇരുട്ടാറൊക്കെ ആയതിന് ശേഷം നമുക്ക് നേരെ തിരിച്ച് നമ്മൾ ആ വരുന്ന വഴിക്ക് കണ്ട ചായക്കട കയറി അവിടെ ഒരു കട്ടനൊക്കെ കുടിച്ച് തിരിച്ചു പോവാം. ആ ഒരു സൈഡിലെ ചെറിയ റെഡ് കളറൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ആ സൈഡിലായിരിക്കും സൂര്യാസ്തമയം നടക്കുന്നത്. ഈ സൈഡിലൊരു തേങ്ങയില്ല. ഈ സൈഡിൽ ഇങ്ങനെ മൊത്തം ഇരുണ്ട് മൂടി ഡാർക്ക് ഷെയ്ഡിൽ കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വാഗമൺ സിറ്റിയിലോട്ട് ചെന്ന് ചാടാൻ പറ്റും. ഓൺ ദ വേയിൽ വലിയ കാര്യമായിട്ട് വ്യൂ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. നമുക്കങ്ങനെ നിന്ന് സമയം കളയണ്ട. നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ടിൽ പോയി നിൽക്കാം. എൻ്റെ അക്കൗണ്ടിൽ ഇനി പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് ഗൂഗിൾ പേയും വർക്കായില്ല, അക്കൗണ്ടിലും പൈസ ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടാൽ മതി. പക്ഷേ നമുക്ക് വിളിക്കാൻ ആളുകളുണ്ട് ഗൈസ്. നമുക്ക് ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് പൈസ ചോദിച്ചിട്ട് പൈസ കൊടുത്തിട്ട് നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഒതുക്കാം അല്ലേ, ഒരു കട്ടൻ കാപ്പി പിടിച്ചിട്ട് പോകാം. ചേട്ടാ ഒരു കട്ടണം കൂടി തരാമോ? ചേട്ടൻ്റെ പേരനാട്ടാ? ബിബിൻ. ഇവിടെ അടുത്താണോ വീട്? അടിമാലിലാണോ? അപ്പോൾ ഇവിടെ എവിടെയാണ് താമസിക്കണേ? ഇവിടെ തന്നെയാണോ സ്റ്റേ? കൊള്ളാം. എന്തായാലും ഇങ്ങനൊരു സംഭവം ഒരുപാടായില്ലല്ലോ തുടങ്ങിയിട്ടത്. 4 മാസം. ഞാൻ വിചാരിക്കും ഇത് എവിടെ നിന്നാ വെട്ടം വിളിച്ചോന്നൊക്കെ. പിന്നെ മനസ്സിലായി സോളാറിൻ്റെ സെറ്റപ്പല്ലേ. കൊള്ളാം. നല്ല കട്ടിലും കട്ടൻ കാപ്പി ഇടും. സെക്കൻഡ് സാധനം ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും വേണമെന്ന് ആലോചിക്കാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇവിടുത്തെ ആംബിയൻസ്. ഞാൻ പറഞ്ഞില്ലേ ആ മലയുടെ മണ്ടയിൽ നിൽക്കുന്നതിന് പകരം ഇവിടെ വന്ന് നിന്നാൽ മതിയായിരുന്നു. ഇതേ കാണുന്ന കേട്ടോ ഇല്ലിക്കക്കല്ല്. കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വൈബ് സ്പോട്ടാണ്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ തട്ടുകട, ചായക്കട, എല്ലാം കൂടി കൂടിയ കട. അവിടെ ഇത് ഇത്രയും ആംബിയൻസിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാം. അപ്പോൾ 3 ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് എന്തായാലും ഇനി ഇവിടെ നിന്ന് തെറിക്കാം. കിട്ടുന്ന സ്പോട്ടാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി ഗൂഗിൾ പേ വർക്ക് ചെയ്യിപ്പിച്ച് ഫണ്ട് പേ ചെയ്തിട്ട് നേരെ തെറിക്കാം പ്ലീസ്. ഓക്കെ, നമുക്കിനി എന്തായാലും പേ ചെയ്തിട്ട് ഇറങ്ങാം. 88 48 21 90 75 അല്ലേ? റേഞ്ച് കൂടി. എത്ര ആയിരുന്നു ചേട്ടാ? 30. ഓക്കെ, ആയിട്ടുണ്ടോ ചേട്ടാ? ഓക്കെ, ബൈ, കാണാൻ തരും. ആ ഓക്കെ. ഓക്കെ, നമ്മളങ്ങനെ അവിടുത്തെ കാപ്പി കുടിയും ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ ഉദ്ദേശിച്ച് വന്ന കാര്യം നടന്നില്ലെങ്കിലും അതിനേക്കാളും നല്ല അടിപൊളി ഒരു ആംബിയൻസിൽ, ആ ഒരു വൈബിൽ അവിടെ ഇരുന്നിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഇന്നത്തെ ഡേ ഏതായാലും മനോഹരമാക്കിയിട്ടുണ്ട്. സോ വ്ളോഗ് ഇത്രേ ഉള്ളൂ, ഇനി വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇനി വാഗമണൊക്കെ വരാൻ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ടിൽ, ഞാൻ വന്ന റൂട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഒക്കെ കണ്ട് നല്ല കട്ടനൊക്കെ കുടിച്ച് നല്ല മാഗി, അതുപോലെ തന്നെ ഓംപ്ലേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. സോ അവിടെ ഗൂഗിൾ പേയും വർക്കിംഗ് ആണ്. ചെറിയ രീതിയിലൊക്കെ റേഞ്ച് കാര്യങ്ങളുള്ളൂ. ജിയോയ്ക്കാണ് റേഞ്ച് ഉള്ളൂ. ബാക്കി സിമ്മിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ജിയോയ്ക്ക് റേഞ്ച് ഉണ്ട്. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഒരു നൈസ് ആംബിയൻസ് ആണ്, ഒന്നും പറയാനില്ല. വൈകിട്ട് ഞാൻ വന്ന ഒരു സമയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് അവിടെ നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അപ്പോൾ നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും മറക്കില്ലാതെ വിചാരിക്കുന്നു.